സോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് iOS 26 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ചില ആളുകളെങ്കിലും ഇതുകൊണ്ട് പൊറുതിമുട്ടിട്ടുണ്ടായിരിക്കും. അതായത് iOS 26 സ്ക്രീൻഷോട്ടുകൾ എടുക്കുന്നത് അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ വരുന്നത് ഇതുപോലെയാണ്, ഫുൾ പേജിലാണ്. ഇത് നമ്മൾ പെട്ടെന്ന് ഇതുവരെ നമ്മൾ യൂസ് ചെയ്ത് വന്നത് ഇതുപോലെ നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ഇല്ല, സൈഡിൽ കൂടെ വന്ന് അങ്ങ് മൂലയിൽ കൂടെ പോത്തേ ഉള്ളായിരുന്നു. പക്ഷേ ഇതിപ്പം ഫുൾ സ്ക്രീൻ ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ജനറൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ജനറൽസിൽ കുറച്ച് താഴേക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ സ്ക്രീൻ ക്യാപ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കിടക്കുന്ന ഫുൾ സ്ക്രീൻ പ്രിവ്യൂ, ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ആ ഒരു രീതിയിൽ സ്ക്രീൻഷോട്ടുകൾ വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. ഇതങ്ങ് ഡിസേബിൾ ചെയ്യുക. ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എടുക്കുന്ന സ്ക്രീൻഷോട്ടുകളെല്ലാം iOS 18 ഉള്ള പോലെ തന്നെ നോർമൽ ആ ഒരു സൈഡിൽ കൂടെ വന്ന് പോകുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. എന്തായാലും ഇതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളോട് ഞാൻ പറയാം. iOS 26 സ്ക്രീൻഷോട്ട് എന്താണ് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ താഴെ ഹൈലൈറ്റ് ടു സെർച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആപ്പിൾ ഇൻ്റലിജൻസ് എനേബിൾഡ് ആയിരിക്കുന്ന ഡിവൈസുകളിൽ ഗൂഗിളിലൊക്കെ ഉള്ള പോലത്തെ സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതിപ്പം ഇതിലും കൊണ്ടുവന്നുണ്ട്. ജസ്റ്റ് ഇപ്പം ഒരു ഇമേജ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ അങ്ങ് സർക്കിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ ഇതുപോലെ താഴേന്ന് ഇങ്ങനെ വരുന്നതായിരിക്കും. അതിൽ നമുക്ക് ഇതിൻ്റെ സജഷൻസ് അനുബന്ധിച്ചുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ഇതിലെ രണ്ടാമത്തെ പ്രത്യേകത, ഇതിൻ്റെ 2 കോർണേഴ്സിലായിട്ട് 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആസ്കും അതോടൊപ്പം ഒന്ന് സെർച്ചും. സോ നേരത്തെ നമ്മൾ ചെയ്ത അതേ പരിപാടി തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ കാണുന്ന അതേ പരിപാടി തന്നെ നമുക്ക് ഈ ആസ്കിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT എനേബിൾ ആവുന്നതായിരിക്കും. ChatGPTയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ, പറയാൻ, സംസാരിക്കാനൊക്കെ പറ്റുന്നതാണ്. സോ ഇങ്ങനെയുള്ള പരിപാടികൾ, അതായത് ആപ്പിൾ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുന്ന സ്ക്രീൻഷോട്ട് ഒന്നും സേവ് ആകത്തില്ല. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് സെർച്ച് ചെയ്തിട്ട് പോകാം എന്നേ ഉള്ളൂ. ഇതിനെ മേളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ടിക്ക് ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ടാപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ സേവ് ആകത്തുള്ളൂ. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് വീഡിയോസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.